ഓക്കെ, അപ്പൊ ഏതാ എക്സാമ്പിൾ 22 ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. കുറച്ച് കണക്കുകളേ ഉള്ളൂ, 2 എക്സാമ്പിളും ഉണ്ട്, പിന്നെ ഒരു ഡി മോർഗനിലും ഉണ്ട്, ഒരു 6 പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് പോകാൻ വേണ്ടി. ഓക്കെ, എക്സാമ്പിൾ 22. ഓക്കെ, എക്സാമ്പിൾ 22. Let u is equal to യുവിലുള്ള എലമെന്റുകൾ എന്തൊക്കെയോ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, 1 മുതൽ എത്ര വരിക? 6 വരെയുള്ള എലമെന്റുകൾ. അതുപോലെ എ എന്താ പറഞ്ഞേ? 2 3 അല്ലെ. എ എന്താ പറഞ്ഞേ? 2,3. ബി എന്താ പറഞ്ഞേ? 3,4,5 അല്ലേ? 5. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഫൈൻഡ് a complement, find a complement, b complement. പിന്നെ അവർ പറയുന്നത് a complement intersection b complement കാണാൻ പറയുന്നുണ്ട്. a യൂണിയൻ b complement നമ്മളോട് കാണാനായിട്ട് പറയുന്നു. ഓക്കെ, and show that a union b complement is equal to a complement intersection b complement. ഇത്രയാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്? കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പരിശോധിക്കുക. വളരെ സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ കോംപ്ലിമെന്റ് കാണാൻ നമ്മൾ പഠിച്ചു. നമുക്ക് അവർ എന്ത് തന്നിട്ടുണ്ട്? യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റും അവർ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എ കോംപ്ലിമെന്റ് ആണ് അല്ലേ. ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് കാണാനുള്ള ഇക്വേഷൻ നാളേക്ക് പഠിക്കണം. എന്താ? യു മൈനസ് എ അല്ലെ. നാളെ ക്ലാസ്സിൽ ചോദിക്കും. അപ്പൊ എന്താ? അത് നമുക്ക് എ കോംപ്ലിമെന്റ് കാണാം അല്ലെ. അപ്പൊ എ കോംപ്ലിമെന്റ് ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ മാർക്ക് ചെയ്യാം. എന്താ? യു മൈനസ് എ. യു എന്ന് പറഞ്ഞ സെറ്റ് എന്താ? 1 2 3 4 5 6. ഇതാണ് യു എന്ന് പറഞ്ഞ സെറ്റ്. അതിനെ ഏത് സെറ്റ് സബ്ട്രാക്ട് ചെയ്യണം? എ എന്ന് പറഞ്ഞ സെറ്റ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. 2, 3. എന്താണ് ഈ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്? യുവില് മാത്രമുള്ളത് അല്ലെ. യുവിലുണ്ട്, എവിടെ ഇല്ല? എയിൽ ഉണ്ടാവരുത്. 1 എടുക്കാൻ പറ്റുമോ? പറ്റും. പറ്റില്ലടാ. 2 പറ്റുമോ? 3 പറ്റുമോ? ഇല്ല. ഏതെടുക്കാം? 4 5 6 കൊടുക്കാം. അപ്പൊ ഇതാണ് എന്ത്? എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് കാണാൻ പഠിച്ചു. അടുത്ത എന്താ? ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എങ്ങനെയാ കാണുക? അപ്പൊ യു മൈനസ് ബി. അപ്പൊ യു എന്താ? ഒന്ന് എപ്പോഴും ഇങ്ങനെ എഴുതണമെന്നില്ല കേട്ടോ. നേരിട്ട് ഉത്തരം എഴുതാണ്ടെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഭാഷ എഴുതുന്നത് മാത്രം. ബി എന്ന് പറയുമ്പോൾ എന്താ വരിക? 3,4,5 ആണ് അല്ലെ. അപ്പൊ ബി കോംപ്ലിമെന്റിൽ ഏതൊക്കെ വരും? 1 എഴുതാൻ പറ്റില്ലേ? പറ്റും. 2 എഴുതാൻ പറ്റില്ലേ? 3 4 5 പറ്റുമോ? ഇല്ല. 6 പറ്റും അല്ലേ. അപ്പൊ ബി കോംപ്ലിമെന്റ് എന്താ വരിക? 1 2 6. ഇനി എന്താ അവിടെ വേണ്ടത്? നെക്സ്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എന്താ ഇന്റർസെക്ഷൻ? എ കോംപ്ലിമെന്റിലും ഉണ്ടാവണം, പിന്നെ എന്താ? ബി കോംപ്ലിമെന്റിലും ഉണ്ടാവണം അല്ലേ. അപ്പൊ ഏതൊക്കെയാണ്? എ കോംപ്ലിമെന്റിൽ 1 1 ഇല്ലേ? 1 1 എടുക്കാം. അപ്പൊ അതിലേക്ക് എടുക്കാം. കാരണം എന്താ? അത് എ കോംപ്ലിമെന്റിലും ഉണ്ട്, ബി കോംപ്ലിമെന്റിലും ഉണ്ട് അല്ലേ. പിന്നെ 2 4 ഉണ്ടോ? ഇല്ല. 5 ഉണ്ടോ? ഇല്ല. 6 ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഏത് മാർക്ക് ചെയ്യാം? 6 മാർക്ക് ചെയ്യാം. അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എത്രയാണ് വരുന്നത്? 1,6. ഇനി എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ? എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണാം? എ യൂണിയൻ ബി കാണാം അല്ലെ. എ യൂണിയൻ ബി എന്താണ് വരിക? എയുടെ എലമെന്റുകളെ വയ്ക്കുക 2 3. ബിയിലുള്ള എലമെന്റുകൾ 3 4 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി? അതിന് 4 5 മാത്രം എഴുതിയാൽ മതി. എന്തുകൊണ്ട് 3 പിന്നെ എഴുതാണ്ടിരുന്നേ? ഒരു സെറ്റിലെ എലമെന്റുകൾ എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യില്ല. ഇനിയിപ്പോ എന്ത് കാണാം? എ യൂണിയൻ ബി. പറയോ? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കാണാം. അതെങ്ങനെയാ? യൂണിവേഴ്സൽ സെറ്റ് ചെയ്യുന്നത് കുറയ്ക്കല്ലേ വേണ്ടേ? എ യൂണിയൻ ബി എന്താ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ബോർഡിൽ ശ്രദ്ധിച്ചേ. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ കാണാം? യു മൈനസ് ആരാ? വെരി ഗുഡ്. ഈ ഭാഷ യു കംപ്ലീറ്റ് എഴുതണില്ല, കുഴപ്പമില്ലല്ലോ. നേരിട്ട് എഴുതാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ എവിടെ മാത്രം ഉള്ളത്? എവിടെ മാത്രം ഉള്ളത്? യുവില്. എവിടെ ഉണ്ടാവരുത്? എ യൂണിയൻ ബിയിൽ ഉണ്ടാവരുത്. അപ്പൊ നോക്കാം. 1 എ യൂണിയൻ ബിയിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ എടുക്കാം. നമുക്ക് ഉത്തരത്തിലേക്ക് 1 എടുക്കാം. കാരണം അത് എവിടെ മാത്രമേ ഉള്ളൂ? എ യൂണിയൻ അത് എവിടെ മാത്രമേ ഉള്ളൂ? യൂണിയനിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇല്ല. എ യൂണിയൻ ബിയിൽ ഇല്ല. പിന്നെ യുവിൽ എടുത്ത ആളാരാ? 2 എ യൂണിയൻ ബിയിൽ ഉണ്ടാ? എടുക്കാൻ പറ്റുമോ? ഇല്ല. 3 പറ്റുമോ? 4 പറ്റുമോ? 5 പറ്റുമോ? ഇല്ല. 6 പറ്റുമോ? 6 പറ്റും. അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് വളരെ കൃത്യമാണ് അല്ലേ. നമ്മുടെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ചെയ്തു. എത്രയാണ് വന്നത്? 1 6. എ യൂണിയൻ ബി കോംപ്ലിമെന്റ്
ചെയ്തു, അത് എത്രയാ വന്നത്? 1/6. അപ്പൊ എന്താ? therefore നമുക്ക് ധൈര്യമായിട്ട് എഴുതാം എന്താ? A യൂണിയൻ B കോംപ്ലിമെന്റ് ഏതിനോട് ഈക്വൽ ആണ്? ഇവിടെ പറയാ എന്നിട്ട് എഴുതാം. A യൂണിയൻ B കോംപ്ലിമെന്റ് ഏതിനോട് ഈക്വൽ ആണ്? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B. therefore എന്ന് പറഞ്ഞാൽ A യൂണിയൻ B കോംപ്ലിമെന്റ് is equal to A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. തിരിച്ചു നമുക്കത് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഒരു റിസൾട്ട് ആയി അല്ലേ? അപ്പൊ അവിടെയാണ് പ്രോപ്പർട്ടീസ് വരുന്നത്, ഈ കോംപ്ലിമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ അതുകൂടെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. നോക്കാം, ശ്രദ്ധിക്കുക. അടുത്ത ഹെഡിങ് കൊടുക്കുക, സൈഡ് ഹെഡിങ് പോലെ കൊടുക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് സെറ്റ്. Properties of complement set. Properties of complement set. ആദ്യം വരുന്നതാണ് കോംപ്ലിമെന്റ് ലോ. കോംപ്ലിമെന്റ് ലോ. കോംപ്ലിമെന്റ് ലോ വരുന്നത് എന്താണ്? കോംപ്ലിമെന്റ് ലോ വരുന്നത് ഫസ്റ്റ് വൺ A യൂണിയൻ A കോംപ്ലിമെന്റ്. എന്താ വരിക? A യൂണിയൻ A കോംപ്ലിമെന്റ്. അപ്പൊ എയിലുള്ളതും എയിലില്ലാത്തതും. അപ്പൊ ഏതാ വരിക? ആലോചിച്ച് നോക്കി. എല്ലാം വരില്ലേ? എയിലുള്ളതും. അപ്പൊ എന്തായി? പറയടാ, ഉറക്കെ പറഞ്ഞേ. ഫൈ ആണോ? എങ്ങനെ ഫൈ വരണേ? എയിലുള്ളതും A കോംപ്ലിമെന്റിലുള്ളതും. യു ഉണ്ടെന്ന് കരുതുക. യു ഉണ്ട്. അപ്പൊ എയിലുള്ളത് എയിലില്ലാത്തത്. അപ്പൊ എന്താ കിട്ടുക? പണ്ണാണോ? നോക്കാം, ശ്രദ്ധിക്കൂ, കൂടുതൽ ശ്രദ്ധിക്കൂ. ഇതല്ലേ ഇത് A കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റിൽ ആരൊക്കെ ഉണ്ട്? 1 4 5 6. എയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? 2 3. 1 2 3 4 5 6. ഇതാരാ സാധനം? ആരാ? എടാ, എയിലുള്ളതും അതൊഴിച്ച് എയിലില്ലാത്തത്. അപ്പൊ എല്ലാവരും മനസ്സിലാവില്ലേ? മനസ്സിലായ? യൂണിവേഴ്സൽ സെറ്റിലുള്ള സാധനങ്ങൾ എയിലുള്ളത്, പിന്നെ എയിലില്ലാത്തതും. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിലെ ഏത് എലമെന്റ്സ് വരും? എയിലുള്ള ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് വരില്ലേ? അപ്പോ A യൂണിയൻ A കോംപ്ലിമെന്റ് ചെയ്ത് എന്താ കിട്ടുക? യൂണിയൻ. ബോർഡിൽ നോക്കിയാൽ മതി. ഏത് പറഞ്ഞ സെറ്റില് ആരൊക്കെ ഉണ്ടായിരുന്നു? 2, 3 ഉണ്ടായിരുന്നു അല്ലെ? ആണോ? A കോംപ്ലിമെന്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? 1, 4, 5, 6 ഉണ്ടായിരുന്നു. ശരിയല്ലേ? നമ്മൾ ഇതിന്റെ യൂണിയൻ കണ്ടു നോക്കി. A യൂണിയൻ A കോംപ്ലിമെന്റ് കണ്ടു നോക്കി. അപ്പൊ ഇത് എഴുതാൻ 1 എഴുതിക്കൂടെ? യൂണിയൻ എന്ന് പറയുമ്പോൾ 1 എഴുതിക്കൂടെ? 2 എഴുതിക്കൂടെ? 3 എഴുതിക്കൂടെ? 4 എഴുതിക്കൂടെ? 5 എഴുതിക്കൂടെ? 6 എഴുതിക്കൂടെ? ഇനി വല്ലതും എഴുതണ്ടോ? ഇല്ല. ഇതെന്താണ്? അത് നമ്മുടെ എന്തായിരുന്നു? ഓർക്ക പറയടാ. അത് നമ്മുടെ എന്തായിരുന്നു? യൂണിയൻ ആയിരുന്നു. അടുത്തത് സെക്കൻഡ് കോംപ്ലിമെന്റ് ലോ ആണ്. A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ്. ഇത് എന്താ വരിക? എയിലും A കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത്. ആലോചിക്കേ. അങ്ങനെ എലമെന്റ്സ് എന്താ? എയിലും A കോംപ്ലിമെന്റിലും. A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോ, ശരിയാണ്. എന്താ A കോംപ്ലിമെന്റ്? ഉറക്കെ പറ. A കോംപ്ലിമെന്റ് എന്താ? U മൈനസ് A. അപ്പൊ അതിന്റെ മീനിങ് എന്താ? എവിടെയുള്ളതില്ല? A കോംപ്ലിമെന്റില് എവിടെയുള്ളതില്ല? ഉറക്കെ പറ. എയിലുള്ളതില്ല. അപ്പൊ എയിലും A കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് ആരുണ്ടാവുക? പറഞ്ഞോ. 5. കറക്റ്റ് അല്ലേ? എടാ, A കോംപ്ലിമെന്റ് എന്താ? A കോംപ്ലിമെന്റ് എന്താണ് ടീന? U മൈനസ് A. U മൈനസ് A എന്ന് പറഞ്ഞാൽ എന്താ? ബിലോങ്സ് ടു U മൈനസ് A. അപ്പൊ ബിലോങ്സ് ടു U, നോട്ട് ബിലോങ്സ് ടു A. അപ്പൊ A കോംപ്ലിമെന്റില് ഉള്ള സാധനങ്ങൾ എവിടെയില്ലാന്ന് ഉറപ്പായി? പറയേ. A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? U മൈനസ് A ആണ് അല്ലേ? അപ്പൊ U എവിടെ ബിലോങ്സ് ടു? ബിലോങ്സ് ടു U ബട്ട് നോട്ട് ആരാണ്? A. അപ്പൊ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എവിടെ ഇല്ല? A കോംപ്ലിമെന്റിലുള്ള സാധനങ്ങൾ എവിടെ ഇല്ല? ഇല്ല. A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലും ഉള്ളത്. എയിലുള്ള സാധനങ്ങൾ A കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അപ്പൊ രണ്ടിലും കോമൺ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഉത്തരം എന്താ വരിക? 5. അപ്പൊ കോംപ്ലിമെന്റിലോ കുഴപ്പമില്ലല്ലോ. കോംപ്ലിമെന്റ്. അതാണ് ഡി മോർഗൻ ലോ.
ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ. ഫസ്റ്റ് വൺ, എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, എന്താ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സെക്കൻഡ്, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആരായിരിക്കും? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതാണ് രണ്ട് ഇക്വേഷൻസ്. ഒരു മിനിറ്റ് എഴുതാൻ പറ്റുള്ളൂ. പൊതുവായ ഭാഷയിലൂടെ എന്താ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. കുഴപ്പമില്ലല്ലോ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പിന്നെ ഒരു ലോ നമ്മൾ ഇതിന്റെ ലോയുടെ പേരായിട്ട് കൊടുത്തിട്ടുണ്ട്, ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, രണ്ടു വട്ടം കോംപ്ലിമെന്റ് കാണാം. രണ്ടു വട്ടം കോംപ്ലിമെന്റ് കണ്ട എന്ത് തന്നെ കിട്ടും? ആ സാധനം തന്നെ കിട്ടും അല്ലെ. എ കോംപ്ലിമെന്റിന് നിങ്ങൾ ഒന്നും കൂടെ കോംപ്ലിമെന്റ് കണ്ട എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. അടുത്തത് ഫൈയുടെ കോംപ്ലിമെന്റ് ആരായിരിക്കും? ഫൈയുടെ കോംപ്ലിമെന്റ് ആരായിരിക്കും? ഫൈ എന്ന് പറഞ്ഞാൽ യു. കറക്റ്റ് ആണല്ലോ, വെരി ഗുഡ്. ഫൈയുടെ കോംപ്ലിമെന്റ് ആരാ? യു. അതെന്തുകൊണ്ടാ? ഫൈ എന്ന് പറഞ്ഞ എന്താ? ഒന്നുമില്ല. ഫൈയുടെ കോംപ്ലിമെന്റ് എങ്ങനെയാണ്? യു മൈനസ് ഫൈ. അതായത് എവിടെയുള്ളത്? യുവിലുള്ളത്. എവിടെ ഉണ്ടാവാൻ പാടില്ല? ഫൈൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ യുവിലുള്ളത് ഏത് തന്നെ? യുവിലുള്ള ഫോൾസ് ആണ് തന്നെ. അപ്പൊ ഫൈ കോംപ്ലിമെന്റ് എന്താ വരിക? യു. ഇനി യു കോംപ്ലിമെന്റ് എന്താ വരിക? ആലോചിച്ച് പറഞ്ഞു. യു കോംപ്ലിമെന്റ് ഫൈ. വെരി ഗുഡ്. യു കോംപ്ലിമെന്റ് എന്താ വരിക? ഫൈ. എന്തുകൊണ്ടാ? യു കോംപ്ലിമെന്റ് എങ്ങനെയാണ്? യു കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് ഫൈ യു. വല്ലവന്റെ ബാക്കി ഉണ്ടാവോ? സീറോ തന്നെ പാടില്ല. ഫൈ അല്ലെ. യുവിലുണ്ട് പക്ഷെ അവിടെ ഉണ്ടാവരുത്. യുവിലുണ്ട് പക്ഷെ അവിടെ ഉണ്ടാവരുത്. യുവിലുണ്ടാവരുത്. അന്തലമെന്റ് ഉണ്ടാവും. യുവിലുണ്ടെങ്കിൽ എന്തായാലും ഇല്ലാണ്ടിരിക്കുന്നുണ്ടോ. അപ്പൊ യു മൈനസ് യു എന്ത് വരും? നൾ സെറ്റ് വരും. അപ്പൊ എന്താണ് വരിക? ഫൈ. കുഴപ്പമില്ലല്ലോ. അപ്പൊ എക്സസൈസ് ചെയ്യാം. അപ്പൊ യു കോംപ്ലിമെന്റ് എന്താണ്? ഫൈ. ഫൈ കോംപ്ലിമെന്റ് എന്താണ്? യു. അടുത്തത് എക്സസൈസ് 1.5. 1.5 ഒന്നാമത്തെ ചോദ്യം. Let u equal to 1, 2, 3, 4, 5, 6, 7, 8, 9. Let a equal to എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട് 1, 2, 3, 4. d എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട് 2, 4, 6, 8. ഫൈൻ അല്ല, ഒരെണ്ണം ഉണ്ട്. സി തന്നിട്ടുണ്ട്. സി ഈക്വൽ ടു 3, 4, 5, 6. 3, 4, 5, 6. ഫൈൻ. ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. ഫൈൻ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എ കോംപ്ലിമെന്റ്. അപ്പൊ ഈ കോംപ്ലിമെന്റ് എങ്ങനെയാണ്? യു മൈനസ് എ. അതായത് എവിടെ മാത്രമുള്ളത്? യുവിൽ മാത്രമുള്ളത്. എ ഉണ്ടാവരുത്. 1 പറ്റുമോ? 3 പറ്റുമോ? 4 പറ്റുമോ? ഇല്ല. പിന്നെ ഏതാ പറ്റുക? 5 പറ്റും, 6 പറ്റും, 7 പറ്റും, 8 പറ്റും, 8 പറ്റും, 9 പറ്റും. അതൊക്കെ എവിടെ മാത്രമേ ഉള്ളൂ? യുവില് മാത്രമേ ഉള്ളൂ. എവിടെ ഇല്ല? എയിലില്ല. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ എന്താ ഇക്വേഷൻ? യു മൈനസ് ബി. യു മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? യുവില് മാത്രമുള്ളത്. എവിടെ ഉണ്ടാവരുത്? ബിയിലുണ്ടാവരുത്. ബിയിൽ ആരൊക്കെ? 2, 4, 6 ഉണ്ടാവില്ല. 1 പറ്റില്ല. മക്കളെ പറ്റുമോ? 3 പറ്റുമോ? 5 പറ്റും, 7 പറ്റും. പിന്നെ ഏതാ? 9 പറ്റില്ലേ? 1, 3, 5, 7, 9. അടുത്തത് ബി കോംപ്ലിമെന്റ് കണ്ടെത്താൻ പറയുന്നത് എ യൂണിയൻ സി കോംപ്ലിമെന്റ്. ഇതാണ് കാണാൻ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം മക്കളെ? എ യൂണിയൻ സി കാൽക്കുലേറ്റ് ചെയ്യണം. എ യൂണിയൻ സി എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാവരും പിന്നെ സിയിലുള്ളതും അല്ലെ.
എയിലുള്ള എല്ലാവരും എഴുതാം. നമുക്ക് ആദ്യം 2, 3, 4 അല്ലേ? സിയില് 3, 4 ഉണ്ട്. അതെങ്ങനെ എഴുതുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? സെറ്റിലെ എലമെന്റുകൾ എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യില്ല. അപ്പൊ ഏതൊക്കെ എഴുതുന്ന പിന്നെ 5, 6. പക്ഷെ നമുക്ക് എ യൂണിയൻ സി ആണോ കാണാൻ പറഞ്ഞത്? അല്ല, അതിന്റെ കോംപ്ലിമെന്റ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? എ യൂണിയൻ സി കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താ? യു മൈനസ് എ യൂണിയൻ സി. ശരിയല്ലേ? അതായത് എവിടെ മാത്രമുള്ളത്? യൂണിയനിൽ, യൂണിവേഴ്സൽ സെറ്റിൽ മാത്രമുള്ളത് അല്ലേ? ഏതിലുണ്ടാവാൻ പാടില്ല? എ യൂണിയൻ സിയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള എലമെന്റുകൾ ഏതൊക്കെയാ? 1 പറ്റോടാ? 2 പറ്റോ? 3 പറ്റോ? 4 പറ്റോ? 5 പറ്റോ? 6 പറ്റോ? ഇല്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ എവിടെയുണ്ട്? എ യൂണിയൻ സിയിലുണ്ട്. പിന്നെ യൂണിവേഴ്സൽ സെറ്റിൽ ആരുണ്ട്? 7, 8, 9 അല്ലേ? അത് ഇതിലേക്ക് വരില്ലേ? കാരണം എന്തുകൊണ്ടാ? അത് എവിടെ മാത്രമേ ഉള്ളൂ? അവിടെ പറഞ്ഞേ യൂല് മാത്രമാണുള്ളത്. എവിടെ ഇല്ല? എ യൂണിയൻ സിയില് ഇല്ല. അപ്പൊ എ യൂണിയൻ സി കോംപ്ലിമെന്റ് എന്താ? 7, 8, 9. ഓക്കെ. അടുത്തത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. നാലാമത്തെ എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് നിങ്ങൾ കണ്ടുപിടിച്ച് എങ്ങനെ നമ്മൾ ചെയ്യുക? യു മൈനസ് എ യൂണിയൻ ബി. അല്ല, അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇതിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ആദ്യം എല്ലാവരും എ യൂണിയൻ ബി കണ്ടുപിടിച്ചെഴുതാം. ഏതൊക്കെ എലമെന്റുകൾ വരും? എന്തായാലും 1 തൊട്ട് 4 വരെ വരും അല്ലേ? എയിലുള്ളത്. പിന്നെ ബിയിലുള്ളത് 2 ഓൾറെഡി എഴുതി, 4 ഓൾറെഡി എഴുതി, പിന്നെ 6ഉം 8ഉം ആണ് എഴുതുന്നത്. അപ്പൊ കണ്ടുപിടിച്ച് പറഞ്ഞേ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താ വരിക? നമ്മൾ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ത് വരും? യുവില് മാത്രമുള്ളത് എവിടെ ഉണ്ടാവരുത്? എ യൂണിയൻ ബിയിൽ ഉണ്ടാവരുത് അല്ലേ? എന്താ വരിക? പറഞ്ഞോ. 5. 5 വരും, 7 വരും, 9 വരും അല്ലേ? കറക്റ്റ് എവിടെ മക്കളെ? കറക്റ്റ് ആണോ? അതെ. അടുത്തത് എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് അത് ചെയ്ത് നോക്കണം. ചെയ്യാണ്ട് നമുക്ക് അറിയാം എന്താ വരിക? അപ്പൊ പറഞ്ഞേ എ തന്നെ വരും. എന്നാലും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ആദ്യം എ കോംപ്ലിമെന്റ് എഴുതുക. അപ്പൊ എന്ത് ചെയ്തോ? യുവിൽ മാത്രമുള്ളത് അല്ലേ? എവിടെ ഉണ്ടാവരുത്? എയിലും ഉണ്ടാവരുത്. അപ്പൊ അത് ഏതൊക്കെയാ? 1 പറ്റുമോ? 2 പറ്റുമോ? 3 പറ്റുമോ? 4 പറ്റുമോ? ഇല്ല. കാരണം ഇതൊക്കെ എവിടെയുണ്ട്? യുവിലുണ്ട്. പക്ഷെ എവിടെയുണ്ട്? എയിലുണ്ട്. അപ്പൊ പറ്റില്ല. അടുത്ത് 5 പറ്റുമോ? 5 തൊട്ട് പറ്റും അല്ലേ? 5, 6, 7, 8, 9. തനിയെ ചെയ്ത് മുട്ടിക്കോ? ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചു തന്നെ ചെയ്യണം കേട്ടോ. ശരിയാക്കണം. നിങ്ങൾ ഒരു കോഴ്സിൽ ചെയ്തോളൂ. ഏതാ? ബി മൈനസ് സി കോംപ്ലിമെന്റ് ആണ്. ഇതിന്റെ ആൻസർ ഒന്ന് തന്നെ കണ്ടുപിടിച്ച് ബി മൈനസ് സി കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നിങ്ങൾ ബി മൈനസ് സി കണ്ടുപിടിക്കണം. എന്താ ബി മൈനസ് സി? എവിടെ മാത്രമുള്ളത്? ബിയിൽ മാത്രമുള്ളത്. എവിടെ ഉണ്ടാവരുത്? സിയിൽ ഉണ്ടാവരുത് അല്ലേ? ആണോടാ? ശരിയല്ലേ? ബി മൈനസ് സി എന്തൊക്കെ വന്നു? ബിയിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? ഏതൊക്കെ വരാം? ആദ്യം ബി മൈനസ് സി പറഞ്ഞേ. ബി മൈനസ് സി. ഇപ്പൊ ബിയിൽ മാത്രമുള്ളത് 2 പറ്റുമോ? 2 പറ്റും അല്ലേ? പിന്നെ 3 പറ്റുമോ? 3 പറ്റില്ല. കാരണം അത് എവിടെ ഉണ്ട്? സിയിലുണ്ട്. 4 പറ്റും. പിന്നെ 3 ഏതിലില്ല? 3 ബിയിലില്ല കേട്ടോ. മനസ്സിലായോ? 4 പറ്റുമോ? 6 പറ്റുമോ? 8 പറ്റും അല്ലേ? കാരണം എന്തുകൊണ്ടാ? 8 എവിടെയുള്ളൂ? 8 ബിയിലുണ്ട്. പക്ഷെ എവിടെയില്ല? സിയിലില്ല. അടുത്തത് ബി മൈനസ് സിയുടെ കോംപ്ലിമെന്റ്. അപ്പൊ അതെങ്ങനെയാണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ ഏത് കുറയ്ക്കുക?
ബി മൈനസ് സി കുറയ്ക്കുക. ഇതല്ലേ യൂണിവേഴ്സൽ സെറ്റ്? ഇതല്ലേ ബി മൈനസ് സി? അപ്പൊ എവിടെ മാത്രമുള്ളത്? ഒക്കെ പറഞ്ഞേ യുവിൽ മാത്രമുള്ളത്. എവിടെ ഉണ്ടാവരുത്? ബി മൈനസ് സിയിൽ ഉണ്ടാവരുത്. അപ്പൊ ഏതൊക്കെ വരും? 1 പറ്റുമോ? 2 പറ്റുമോ? 3 പറ്റുമോ? 4 5 6 7 വരെ പറ്റും അല്ലേ? 8 പറ്റുമോ? ഇല്ല. 8 എവിടെയുണ്ട്? 8 പിന്നെ അവിടെ ഉണ്ട്. ഏതുകൂടെ പറ്റും? 9 കൂടെ പറ്റും അല്ലേ? കാരണം എന്തുകൊണ്ട്? അതൊക്കെ എവിടെയുണ്ട്? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട്, പക്ഷെ എവിടെ ഇല്ല? യൂണിയനില് അല്ല, ഏതിലാ? ഈ പറയുന്ന ബി മൈനസ് സിയില് ഇല്ല. അപ്പൊ നമുക്ക് ബി മൈനസ് സിയുടെ എന്ത് കിട്ടി? കോംപ്ലിമെന്റ്. ഒരു ചോദ്യം. രണ്ടാമത്തെ if u equal to A B C D E F G H വരെ കേട്ടോ. let u equal to, അപ്പൊ u എന്ന് പറഞ്ഞാൽ എന്ത് സെറ്റാ? യൂണിവേഴ്സൽ സെറ്റ് ആണ് അല്ലേ? let u equal to A, B, C, D, E, F, G, H വരെയാണ് എവിടെയുള്ളത്? യുവിലുള്ളത്. H പറഞ്ഞോ നേരത്തെ? H പറഞ്ഞല്ലോ. EFG പറഞ്ഞു. EFG പറഞ്ഞോ അല്ലെ? EFG H വരെ കേട്ടോ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് കിട്ടി. Find the complements of the following set. Find the complements of the following set. താഴെ പറയുന്ന സെറ്റുകളുടെ കോംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് സെറ്റ് എ ബി സി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം മക്കളെ. അപ്പൊ എ കോംപ്ലിമെന്റ് എന്താ വരിക? ഇതിന്റെ എ കോംപ്ലിമെന്റ് ആണുള്ള ഇക്വേഷൻ എന്താ? യു മൈനസ് എ. അതായത് എവിടെ ഉണ്ട്? യുവിൽ ഉണ്ടാവണം, പക്ഷെ എവിടെ ഉണ്ടാവരുത്? എയിൽ ഉണ്ടാവരുത്. എ എലമെന്റുകളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ച് ഏതൊക്കെ വരും? എ വരുമോ? എ വരുമോ? ഇല്ല. ബി വരുമോ? വരുമോ? വരില്ലല്ലോ. എ ബി സി ഡി ഉണ്ടല്ലോ. അപ്പൊ എയും ബിയും സിയും വരില്ല. എവിടെ തൊട്ടുള്ള ആൾക്കാർ വരും? ഡി വരും, ഇ വരും, എഫ് വരും, ജി വരും, പിന്നെ ആരാ? എച്ച് വരും. കറക്റ്റ് അല്ലേടാ? കറക്റ്റ് അല്ലേ? അടുത്തത് സപ്പോസിഷൻ 2. സപ്പോസിഷൻ 2 ഒരു ചോദിക്കുന്നത് ബി എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് ഡി ഇ എഫ് ജി. അപ്പൊ ഈ കോംപ്ലിമെന്റ് എന്താ വരിക? യു മൈനസ് ബി ആണ് അല്ലെ? ബി കോംപ്ലിമെന്റ് എന്താ വരിക? യു മൈനസ് ബി. അത് എവിടെ മാത്രമുള്ളത്? യുവിൽ മാത്രമുള്ളത്. എവിടെ ഉണ്ടാവരുത്? ബിയിൽ ഉണ്ടാവരുത്. ഏതൊക്കെ വരും? 1 പറ്റുമോ? ഇല്ല, 1 അല്ലല്ലോ ഇവിടെ. എ പറ്റുമോ? എ പറ്റുമോ? പറ്റും. ബി പറ്റുമോ? പറ്റും. സി പറ്റുമോ? പറ്റും അല്ലെ? ഏത് പറ്റില്ല? ഡി ഇ എഫ് പറ്റില്ല അല്ലെ? പിന്നെ ഏതും പറ്റില്ല? ഏതും പറ്റില്ല? ജിയും പറ്റില്ല അല്ലേ? ഇനി പറയാം ബാക്കിയപ്പോ എന്താ വരിക? എച്ച്. എച്ച് വരും അല്ലേ? എന്തുകൊണ്ട് എച്ച് വരണേ? എച്ച് എവിടെ മാത്രമാണുള്ളത്? എവിടെ മാത്രമുള്ളത്? യൂണിവേഴ്സൽ സെറ്റിൽ മാത്രമാണ്. യൂണിവേഴ്സൽ സെറ്റ് ബിയിലുണ്ടോ? ബി കോംപ്ലിമെന്റ് കണ്ടു. അപ്പൊ സി കോംപ്ലിമെന്റ് കാണാനാണ് പറയുന്നത്. എന്താ കോംപ്ലിമെന്റ് ഇക്വേഷൻ? യു മൈനസ് സെറ്റ് സി ആണോടാ? അപ്പൊ 1 പറ്റുമോ? അല്ല, 1 അല്ല. എ പറ്റുമോ? എ പറ്റുമോ? പറ്റില്ല. കാരണം എ എവിടെ ഉണ്ട്? എ എവിടെ ഉണ്ട്? ജിയിലുള്ളതാണോ പ്രശ്നം? എ എവിടെ ഉണ്ട്? യൂണിവേഴ്സൽ സെറ്റിലുണ്ട് അല്ലേ? പിന്നെ സി പറ്റുമോ? സി പറ്റുമോ? ബിയില് സി ഉണ്ടാ? സോറി, ബിയിലല്ല, യുവില് സി ഉണ്ടാ? പക്ഷെ യു മൈനസ് ആരാ? യു മൈനസ് സി. സിയിൽ ആരൊക്കെ ഉണ്ട്? സിയിലും ആരുണ്ട്? സി എടുക്കാൻ പറ്റുമോ? ബിലോങ്സ് ടു ആരാണ്? ബിലോങ്സ് ടു ആരാ? യു ബട്ട് നോട്ട് ടു സി. അപ്പൊ യുവിലുണ്ട്, എവിടെ ഇല്ല? അപ്പൊ ഒന്നുകൂടെ പറയാം പക്ഷെ എ പറ്റുമോ? എ പറ്റുമോ? എ എന്തുകൊണ്ടാ പറ്റാത്ത? എ എവിടെ ഉണ്ട്? യുവില് വേണം, സിയില് പാടില്ല. അപ്പൊ വരുന്നത് പറഞ്ഞേ ബി പറ്റും, സി പറ്റില്ലല്ലോ, ഡി പറ്റില്ലേ, പിന്നെ ഇ പറ്റില്ലല്ലോ, എഫ് പറ്റില്ലേ, പിന്നെ ജി പറ്റില്ല, ഏത് പറ്റും? എച്ച്. എന്താ ആൻസർ വരിക? ബി ഡി
എഫ് ആണ് കേട്ടോ. ബി ഡി എഫ് എച്ച്. അടുത്തത് സി ക്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി. സെറ്റ് ഫോർ എഫ് ജി എച്ച് എ. ഇതൊന്ന് തന്നെ ചെയ്തേപ്പോ എഫ് ജി എച്ച് എ ആണ് കേട്ടോ. ബി അല്ല എച്ച് ആണ്. അപ്പൊ ഇത് ഡി ക്യാപിന്റെ ഇക്വേഷൻ എന്താ വരിക? ഡി വെക്ടർ മൈനസ് യു വെക്ടർ അല്ലേ? അപ്പൊ ഡി മൈനസ് യു. അപ്പൊ ഡി അല്ല, ഡി മൈനസ് യു അല്ലല്ലോ വേണ്ടേ? യു മൈനസ് ഡി അല്ലേ വരിക? യു മൈനസ് ഡി. അപ്പൊ പറഞ്ഞ ഏതൊക്കെ എലമെന്റ്സ് വരും? എ വരുമോ? എ വരുമോ? എന്താ വരാത്ത? അല്ലെ എവിടെ ഉണ്ടല്ലോ അല്ലെ? എ വരില്ല. പിന്നെ ബി വരുമോ? ബി വരും. സി വരുമോ? സി വരും അല്ലെ? ഡി ഡി വരും. എവിടെ മാത്രം ഉള്ളത്? ഇവര് മാത്രം ഉള്ളത്. പിന്നെ ഇ വരുമോ? ഇ വരുമോ? ഇ വരും. എഫ് വരും. ജി വരും. എച്ച് വരും. നമ്മൾ ചെയ്തത്തെ ലാസ്റ്റ് ആണല്ലോ അല്ലെ? പറ്റിക്ക് വേണ്ടി തന്നേക്ക. ഫസ്റ്റ് ലാസ്റ്റ് ആണ് അല്ലെ? അപ്പൊ ഏത് വരും? അല്ല ഏത് വരില്ല. അപ്പൊ ഏതൊക്കെ വരും? ബി സി ഡി ഇ. കുഴപ്പമില്ല. 4 ചോദ്യം കൂടെ ഉള്ളു അല്ലെ? മൂന്നാമത്തെ എഴുതി. 3 വേണ്ട, 4ാമത്തെ എഴുതി അല്ലെ? ഇപ്പൊ എത്ര ചെയ്തേ? 2 ആയിട്ടുള്ളൂ. ഇനി എത്ര കൂടി ഉണ്ട്? 1 2 3 4 കൂടി ഉണ്ട്. അതിൽ 4ാമത്തെ എഴുതിക്കും. നെക്സ്റ്റ് 4 ചെയ്യാം. 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം if u equal to ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഇതൊരു 2 സ്റ്റാർ ഇട്ട് വെച്ചോ. മെയിൻ സ്റ്റാർ ആണ് കേട്ടോ. പെൻഷിപ്ലോ റിപ്പീറ്റർ ആണ്. 1 to 9 വരെ യുവിൽ വരുന്ന എലമെന്റുകളാണ് 1 2 3 4 5 6 7 8 9. അപ്പോ എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. ഏത് പറയുന്നത്? 2 4 6 8. സെറ്റ് എ ഈക്വൽ ടു 2 4 6 8. സെറ്റ് ബി ഈക്വൽ ടു 2 3 5 7. 2 3 5 7. 2 3 5 7. ശ്രദ്ധിക്കുക. verify that supposition 1 A union B equal to A complement intersection B complement. Supposition 2 ഏത് ലോയാ? ഈ ലോക്ക് ഒരു പേരിട്ട് വിളിച്ചോ. നോക്കിട്ട് പറഞ്ഞേ ലോയുടെ പേര്, ഈ നിയമത്തിന്റെ പേര് പറഞ്ഞേ. ഈ 2 ഫോർമുലയ്ക്ക് ഒരു പേര് പറഞ്ഞു. എന്താ? ഒക്കെ പറയടാ. ഡി മോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ ആണ് കേട്ടാ. ഇനി അപ്പൊ അതിനെ താഴെ വെച്ച എല്ലാവരും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. മാഷ്ക്ക് അറിയാം. നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ സംബന്ധിച്ച് പേനും താഴെ ചോദിച്ചത് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? എഴുതാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഇപ്പോഴും വരാറുള്ളതാണ്. വെരിഫിക്കേഷൻ ഇപ്പോഴും വരാറുള്ളതാണ്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും കഴിഞ്ഞ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ പേന വെച്ചോ. ഈ കഴിഞ്ഞിട്ട് എഴുതാം. എഴുതുന്നുണ്ടോ? കൂടെ ചെയ്യണ്ട. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? സമയം തരാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇത് പ്രൂവ് ചെയ്യാനാ പറയുന്നത്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കാണണം. അപ്പൊ കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് കിട്ടണം? എ യൂണിയൻ ബി കിട്ടണം. എ യൂണിയൻ ബി ഏതൊക്കെ വരും? 2 വേണം. ഓർഡറിൽ എഴുതിക്കോട്ടെ. പക്ഷെ 3 വേണം, 4 വേണം, 5 വേണം, 6 വേണം, 7 വേണം, 8 വേണം. ഇനി എന്ത് വേണം? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. അതെങ്ങനെയാ കാണുക? യു മൈനസ് എ യൂണിയൻ ബി. അപ്പൊ യു തൽക്കാലം ഞാൻ മൊത്തം വലിച്ചു വരി എഴുതാണ്. 1 2 3 4 5 നിർബന്ധമില്ല കേട്ടോ. 7 തൽക്കാലം ഇപ്പൊ ഒന്ന് എഴുതിക്കോന്ന് ചെയ്യുമ്പോ ഇപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എ യൂണിയൻ ബി ആരാ? 2 3 4 5 6 7 8. എതിർപ്പില്ലല്ലോ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ ഉണ്ടാവണം? എവിടെ പാടില്ല? പറഞ്ഞേ. 1 പറ്റൂടാ? പറ്റും. 2 പറ്റുമോ? 3 4 5 6 7 8 പറ്റുമോ? ഇല്ല. പിന്നെ ഏതാ പറ്റുള്ളൂ? 9. ഇതെന്താ സാധനം? നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ? അപ്പൊ ഈക്വൽ ടു LHS. കുഴപ്പമില്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് LHS കേട്ടോ. LHS എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങണം. ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മള് RHS ചെയ്യുന്നത് അല്ലേ? RHS എന്താ ഉള്ളത്? A complement intersection B complement അല്ലേ? A complement intersection B complement. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്യേണ്ട ഭാഷ തൽക്കാലം. അപ്പൊ ആദ്യം എന്ത് കാണണം? A
കോംപ്ലിമെന്റ് എങ്ങനെയാണ്? യു മൈനസ് എ അല്ലെ? എന്താ യു മൈനസ് എ? യു മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താ വരിക? യുവിലുള്ളത് എവിടെ ഉണ്ടാവരുത്? അപ്പൊ എന്താ വരിക? യുവിലുള്ളത് ആരൊക്കെയാ? 1 ഉണ്ട്. 2 പറ്റുമോ? 3 പറ്റില്ലേ? ഇപ്പൊ 4 പറ്റുമോ? 5 പറ്റില്ലേ? 6 പറ്റുമോ? 7 പറ്റില്ലേ? 8 പറ്റുമോ? പക്ഷെ ഇത് പറ്റുമോ? 9 പറ്റും. കുഴപ്പമില്ലല്ലോ, പ്രസന്റ് ചെയ്യണം നോക്കിട്ടാ. അപ്പൊ ഈ കോംപ്ലിമെന്റ് കിട്ടി അല്ലേ? ഇനി ഏത് കാണണം നമുക്ക്? ബി കോംപ്ലിമെന്റ്. എന്താ ബി കോംപ്ലിമെന്റ് ആണ് ഇക്വേഷൻ? യു മൈനസ് ബി. അപ്പൊ എവിടെ മാത്രമുള്ളത്? എവിടെ മാത്രമുള്ളത്? എവിടെ പാടില്ല? ഇത് പാടില്ല. അപ്പൊ 1 പറ്റൂ? പറ്റൂല്ലേ? 1 പറ്റൂ? പറ്റും. 2 പറ്റൂ? 3 പറ്റൂ? 4 പറ്റൂ? 4 പറ്റൂ. 4 എവിടെ മാത്രമേ ഉള്ളൂ? 4 പറ്റൂ കേട്ടോ. 4 എവിടെ മാത്രമേ ഉള്ളൂ? യുവിൽ മാത്രമേ ഉള്ളൂ. എവിടെ ഇല്ല? 5 പറ്റുമോ? 6 പറ്റുമോ? 6 പറ്റും. കാരണം എന്തുകൊണ്ടാ? 6 എവിടെയുണ്ട്? യുവിലുണ്ട്. എവിടെ ഇല്ല? ബിയിലില്ല. 7 പറ്റില്ലേ? കാരണം അത് എവിടെയുണ്ട്? 8 പറ്റുമോ? പറ്റും. 9 പറ്റുമോ? പറ്റൂടാ. പറ്റും. ഇനി നമുക്ക് ഈ സൈഡിൽ ആരാണുള്ളത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പറഞ്ഞേ, ഇതിലും കോമൺ. 1 പറ്റുമോ? 3 ഉണ്ടാ? 5 ഉണ്ടാ? 7 ഉണ്ടാ? 9 ഉണ്ടാ? അടിയിൽ കൂടെ ചെക്ക് ചെയ്യുക. 4 ഉണ്ടാ? 6 ഉണ്ടാ? 8 ഉണ്ടോ? അപ്പൊ ഇതേ ഉള്ളൂ. 1 9 നമ്മൾ എഴുതി. ഇത് ഏത് സൈഡാ? അപ്പോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടത് ഏത് സൈഡാ? RHS. LHS എന്താ? സെറ്റ്. RHS എന്താ? അപ്പൊ നമുക്ക് ധൈര്യം therefore it verified. അത് വെരിഫൈഡ് ആയി. എന്താ വെരിഫൈഡ് ആയത്? LHS ഈക്വൽ ടു ആരാ? RHS ആണ്. നമുക്ക് ധൈര്യമായിട്ട് പറയാം. എന്താ? എ യൂണിയൻ കോംപ്ലിമെന്റ് ഏതിനോട് ഈക്വലാ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനോട് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പാഠത്തിന്. കൃത്യമായിട്ട് നിസ്സാരവൽക്കരിച്ചിട്ട് കാണണം കേട്ടോ. കൃത്യമായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം? എഴുതി കഴിഞ്ഞവർക്ക് ഈ ചോദ്യം പതുക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റീറ്റ് ഇതുപോലെ ചെയ്യും. എഴുതി ചെയ്ത് നോക്കാം. വേഗം സെറ്റ് ചെയ്ത്. ചെയ്ത് കഴിഞ്ഞാൽ മാക്കട്ടെ മാക്കറിയാം. കഴിഞ്ഞവർക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ പതുക്കെ തുടങ്ങാം. ചെയ്തോളൂ.
മാറ്റിട്ടെ. ഞാൻ എടുക്കണ്ട, മാറ്റിയാണ് കേട്ടാ. കഴിഞ്ഞ വിജോ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? സബ് ക്വസ്റ്റ്യൻ 2 ചെയ്യാം. ഇതേ ഫോർമാറ്റിൽ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നിസ്സാരമായിട്ട് കാണരുത്, ഒക്കെ മാർക്ക് പോണതാണ് കേട്ടോ. നോക്കാം, സബ് ക്വസ്റ്റ്യൻ 2 നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എ ഇന്റർസെക്ഷൻ ബി കണ്ടുവരില്ലടാ മക്കളെ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോ എയിലും ഉണ്ടാവണം ബിയിലും ഉണ്ടാവണം. 2 പറ്റില്ലേ? 4 പറ്റുമോ? 5 പറ്റുമോ? 6, 7, 8 ഒന്നുമില്ല അല്ലെ? അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബിയുടെ ആര് കോംപ്ലിമെന്റ്. അതെങ്ങനെയാ കാണുക? യൂണിവേഴ്സൽ സെറ്റിൽ ഇത് കുറയ്ക്കുക, എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഈ യൂണിവേഴ്സൽ സെറ്റ് മൊത്തം നിരക്കണം നിർബന്ധമില്ല. നോക്കി എഴുതാലോ. എവിടെ മാത്രം ഉള്ളത്? എവിടെ മാത്രം ഉള്ളത്? യുല് മാത്രം ഉള്ളത്, എവിടെ പാടില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, എ ഇന്റർസെക്ഷൻ ബിയിലെ ഇത് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ഒഴിച്ച് ബാക്കി എവിടെയുള്ളത്? യുലുള്ളതൊക്കെ വരും. അപ്പൊ എന്താ വരിക? 1, 3, 4, 5, 6, 7, 8, 9. ഇതല്ലടാ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വരിക. അവിടെ ശരിയല്ലേ? അതാണ് നമ്മുടെ എന്ത് സൈഡ്? LHS അല്ലേ? ഇവിടെ LHS തുടങ്ങാം. അപ്പൊ LHS നമുക്ക് സെറ്റ് ആയി. ഇനി ഏതാ വേണ്ടേ? RHS അല്ലേ? RHS ഒരു കാര്യം ചെയ്യാം, നേരിട്ട് എഴുതാം. എന്താ കാരണം എന്നറിയോ? ശരിക്കും നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുകൂടെ കാണാൻ വേണമെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും. ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും. RHS കാണണമെങ്കിൽ എന്തിന്റെ സഹായം വേണം? എ കോംപ്ലിമെന്റ് വേണ്ടേ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതില് മാത്രം ഉള്ളത്? യുവില് മാത്രം ഉള്ളത് അല്ലെ? U മൈനസ് എ. അപ്പൊ ഏതൊക്കെ വരും? 1 വരുമോ? പറയടാ. പിന്നെ 2 വരുമോ? 2 വരില്ല. 3 വരുമോ? ഒരു 4 വരുമോ? വലിയ 5 വരുമോ? 6 വരുമോ? ഇല്ല. 7 വരുമോ? 8 വരുമോ? 8 വരില്ല. 9 വരുമോ? 9 വരും. ഇനി ഇതുകൂടെ കാണാം, ബി കോംപ്ലിമെന്റ് കൂടെ കാണാം. എങ്ങനെയാ? U മൈനസ് ബി എഴുതാൻ പറ്റും. ഇവിടെ പറയാതെ കൂടെ പറയാം, എഴുതാൻ സമയം തരുന്നല്ലോ. U മൈനസ് ബി എന്താ വരിക? ബി കോംപ്ലിമെന്റിൽ ആരൊക്കെ ഒരു 1 വരുമോ? 2 വരുമോ? 3 വരുമോ? 4 വരുമോ? 5 വരുമോ? 6 വരുമോ? 7 വരുമോ? 8 വരുമോ? 9 വരുമോ? അല്ലേ? ഇനി ഏതാ? 9 വരില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യണം? തൊട്ട് താഴെ എഴുതേണ്ട തൽക്കാലം എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഏതൊക്കെ വരും? 1 എഴുതിക്കൂടാ. 2 എഴുതാൻ പറ്റുമോ? പറ്റില്ല. 3 എഴുതിക്കൂടെ? 3 എഴുതാം. 4 എഴുതിക്കൂടെ? ഇത് അല്ലെങ്കിൽ ഇത് മാത്രം എഴുതിയിട്ട് എഴുതാട്ടാ വേണമെങ്കിൽ, കുഴപ്പമില്ല. ഓർഡറിൽ 1, 3, 4, 5 എഴുതാം, 6 എഴുതാം, 7 എഴുതാം, 8 എഴുതാം, 9 എഴുതാം. ഇതെന്താ? ഇത് നമ്മുടെ RHS അല്ലേ? ഇതല്ലേ നമ്മുടെ RHS ആണോടാ? ഇപ്പൊ എന്തുണ്ടായത്? LHS RHS നോക്കിയ 2 ഒരേ സാധനമാണോ? അല്ലേ? അത് 2 ഒരേ സാധനമാണ്. അപ്പൊ നമുക്ക് എഴുതാം എന്താ? ഈ കേസിൽ LHS ഈക്വൽ ടു ആർ തന്നെയാണ്, RHS തന്നെയാണ്. സോ ഇറ്റ് ഈസ് വെരിഫൈഡ്. അപ്പൊ 4ാമത്തെ കളി വേഗം വെൻ ഡയഗ്രാം അവിടെ നിൽക്കട്ടെ. ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും കേട്ടോ. വെൻ ഡയഗ്രാം കൂടെ പഠിപ്പിക്കാം. സമയം എന്തായി? വല്ലാണ്ട് നേരത്തെയാവും. 5:30 ശരി. 2 ചോദ്യം കഴിഞ്ഞാൽ മൂന്ന് ചെയ്യാൻ എക്സസൈസ് കഴിയാട്ടോ. ഒരു പാഠം കഴിഞ്ഞിട്ടോ. അപ്പോ 3ാമത്തെ ചോദ്യം. ടേക്കിംഗ് ക്യാപിറ്റൽ N ആസ് യൂണിവേഴ്സൽ സെറ്റ്, write down the complement of the following sets. Write down the complement of following sets. So question 1. എന്ന് പറഞ്ഞ സെറ്റ് X such that X is an even natural number. പറഞ്ഞ മക്കളെ, അപ്പൊ കയ്യോടെ ആൻസർ പറഞ്ഞു. എ കോംപ്ലിമെന്റ് എന്ന് വരിക. യൂണിവേഴ്സൽ സെറ്റ് ഏതാ? ഈ കേസിൽ യൂണിവേഴ്സൽ സെറ്റ് ഏതാ? നാച്ചുറൽ നമ്പർ. അപ്പൊ ഓഡ് ഈവൻ നമ്പർ ആണ് എഴുതിയാണ്. അപ്പൊ കോംപ്ലിമെന്റിൽ ആരായിരിക്കും? ആലോചിക്കും. ഓടാണോ പറഞ്ഞേ? അല്ല, ആദ്യത്തെ ഈവൺ ആണ് കേട്ടോ. സോറി, തെറ്റി പറഞ്ഞാണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എയിലുള്ളത്. അപ്പൊ കോംപ്ലിമെന്റിൽ ആരായിരിക്കും?
മനസ്സിലായില്ലേ അത്? കാരണം എന്താ? യു നമ്മുടെ കോംപ്ലിമെന്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു മൈനസ് എ. അത് എഴുതുന്നില്ല നമ്മളെ ഫോർമുല. യു എന്ന് പറഞ്ഞ ഇവിടെ ആരാ? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം ഇവിടെ ഉണ്ട്, ഓടും ഉണ്ട്. അപ്പൊ ഇവിടെ ഓടും ഉണ്ട്, അതിനെ ഇതിനെ കുറയ്ക്കണു, ഈവണ്ണ കുറയ്ക്കണം. അപ്പൊ ആരാ വരിക? ഓട്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്താ വരിക? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പറഞ്ഞേ ഓഡ് നാച്ചുറൽ നമ്പർ. Question B. തിരിച്ച് വേഗം പറയാം. A is equal to x such that x is an odd natural number. അപ്പൊ കോംപ്ലിമെന്റ് എന്താ വരിക? x is an even natural number. അടുത്തത് എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോ ഇതിന്റെ കോംപ്ലിമെന്റ് എന്താ വരിക? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് ഈ സെറ്റ്. അപ്പോ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എക്സ് ഈസ് ആലോചിച്ച് എന്താ വരിക? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് ആ സെറ്റിലുള്ളത്. അപ്പൊ പറഞ്ഞു നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. നോട്ട് വെക്കടാ അല്ലേ? അത്ര ബുദ്ധിമുട്ടുണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും ഉണ്ട് അല്ലേ? അത് ഈ സെറ്റിലെ ഏത് നമ്പേഴ്സാ? 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യാൻ പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് എടുത്ത് കളയണം, അത്രേ ഉള്ളൂ. ശരിയല്ലേ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനല്ലേ ഇത്? അടുത്തത് എക്സ് ഈസ് എ പ്രൈം നമ്പർ. നാലാമത്തെ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. അപ്പൊ എന്തായിരിക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പറയേ നോട്ട് എ പ്രൈം നമ്പർ. നോട്ട് എ പ്രൈം നമ്പർ അല്ലെങ്കിൽ മറ്റൊരു വാക്കാണ് എന്താണ്? കോമ്പോസിറ്റ് നമ്പർ കേട്ടോ, അങ്ങനെയും പറയാം കേട്ടോ. അങ്ങനെയാണ് എക്സ് സച്ച് ദാറ്റ്. രണ്ട് ആൻസർ എഴുതി വെച്ചോ. നോട്ട് എ പ്രൈം നമ്പർ എന്ന് എഴുതട്ടോ, അത് തെറ്റൊന്നല്ല. അതിലൊരു ഉത്തരം കൂടെ എഴുതി വയ്ക്കുക. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് കോമ്പോസിറ്റ് നമ്പർ. X is a positive composite number or x equal to 1. Or x equal to 1. Composite number എന്ന് പറയുമ്പോൾ ഏത് പഠില്ല? 1 പഠില്ല. മനസ്സിലായോ? അപ്പൊ കോമ്പോസിറ്റ് നമ്പറുകളും പിന്നെ ഏതും 1ഉം. അതായത് എനിക്ക് പറഞ്ഞ പ്രൈം നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്. എത്ര എഴുതിപ്പോ? 4 പേരല്ലേ എഴുതിയേ? അടുത്ത എഴുതുക 5. അഞ്ചാമത്തെ x such that x such that x is a natural number divisible by 3 and 5. X is a natural number divisible by 3 and 5. 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാണ് എന്ത്? ആ സെറ്റിലുള്ളത്. അപ്പോ എന്തായിരിക്കും? നോട്ട് ഡിവിസിബിൾ ബൈ 3 ഓർ ബൈ 5. അപ്പൊ എന്റെ ആൻസർ ഇത് എക്സ് സച്ച് ദാറ്റ്. കറണ്ട് മുമ്പ് ഭയങ്കര ചൂടല്ലേ? വ്യത്യാസം. എക്സ് സച്ച് ദാറ്റ് എന്റെ ആൻസർ കേട്ടോ. മറ്റേത് എഴുതിയാ കറക്റ്റായിട്ട് ഉത്തരാണ് ഇപ്പൊ പറയാൻ കേട്ടോ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ which is not divisible by 3 or ചോദിച്ചോ. എക്സ് ഈസ് എ മനസ്സിലായില്ലേ? X is a natural number divisible by 3 and 5 അല്ലേ? അത് ചോദ്യം. ആൻസർ ആണ് പറയണേ. X is a ഓക്കെ. അവിടെ പോസിറ്റീവ് ഇന്റിജർ എന്ന് പറഞ്ഞു അല്ലേ? പോസിറ്റീവ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ പറ്റുള്ളൂ? പിന്നെ മൾട്ടി ഡിവിസിബിൾ ബൈ 3 and 5 എന്നല്ലേ പറ്റുള്ളൂ. പിന്നെ ഏതാ പറ്റുള്ളൂ? രണ്ട് സെയിം ആണ്. അത് കാര്യം ചെയ്തോ.
നാച്ചുറൽ നമ്പർ ആയിരിക്കും, കംഫർട്ട് ആണ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ which is not divisible by 3 or not divisible by ആരെ 3 or 5 എങ്കിലും മതി. എക്സ്ട്രാ ഉത്തരം മാത്രം പക്ഷേ. അടുത്തത് എക്സ് സച്ച് ദാറ്റ്, അടുത്ത ചോദ്യം കേട്ടോ, ആറാമത്തെ ചോദ്യം. സെറ്റ് ഓഫ് ഓൾ x such that x is a perfect square. x is a perfect square. അപ്പോൾ അതിന്റെ ആൻസർ എന്താ വരിക? അതിന്റെ കോംപ്ലിമെന്റ് എന്താ വരിക? x such that x belongs to capital N and x is not a ഒരു നോട്ട് വെക്കണതിനാണോ അല്ലെങ്കിൽ പറയാതിരിക്കുന്നത്? നോട്ട് എ കാരണം നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പോയിന്റ് ഒക്കെ പെടും അല്ലേ? പക്ഷെ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ അതുണ്ടോ? മനസ്സിലാവുണ്ടോ പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് ആരാ? നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ ആരെ കുറച്ച് കളയണേ? പെർഫെക്റ്റ് സ്ക്വയറിനെ കുറച്ച് കളയണേ. ഇവിടെ റിയൽ നമ്പർ ആണെങ്കിൽ ഇത് ആവശ്യമുണ്ടോ? ഇല്ല. ഐഡിയകൾ മനസ്സിലാവുണ്ടോ? ഇത് എഴുതണം. എക്സ് ബിലോങ്സ് ടു എന്താണെന്ന് എഴുതണം. നാച്ചുറൽ നമ്പറിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തവര് അതെന്ത് ചെയ്ത് എഴുതണമെന്ന് പറയണ മാഷ്? അത് എഴുതിയില്ലെങ്കിൽ എല്ലാ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തവരും വരും. 1.1 വരില്ലേ? പക്ഷെ അത് ശരിയാവോ? ഇതിന്റെ കോംപ്ലിമെന്റ് ആവോ? കാരണം അത് എവിടെ ഇല്ല, എന്നിലില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആരാ? യൂണിവേഴ്സൽ സെറ്റ്. മനസ്സിലായ എന്തുകൊണ്ടത് എക്സ്ട്രാ ആഡ് ചെയ്യണേന്ന്? അടുത്ത എഴുതുക. x such that x is a perfect cube. അപ്പൊ എങ്ങനെ എഴുതുക? ആൻസർ തന്നെ എഴുതി. x such that x is a perfect cube ട്ടോ. അടുത്തത് x such that x is a perfect cube. എന്താ വരിക? പറഞ്ഞേ. എന്താ ആൻസർ വരിക? ജെനിഫർ ഒന്ന് പറഞ്ഞു. ജെനിഫർ റോസ് ഒന്ന് പറഞ്ഞു. എന്താ ആൻസർ വരിക? x such that അത് കറക്റ്റ് ആണല്ലേ? അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് പിന്നെ പറഞ്ഞോളൂ അല്ലേ, എക്സ് ഈസ് നോട്ട് പെർഫെക്റ്റ് ക്യൂബ്. അത് പറഞ്ഞില്ലേ? അടുത്തത് ഇതിൽ തന്നെ കേട്ടോ, ഇതിലുള്ള സബ് ക്വസ്റ്റ്യൻസിലേക്കാണ് തുടങ്ങുന്നത്. അടുത്തത് ഇങ്ങനെ തന്നിരിക്കുക. എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8. എക്സ് പ്ലസ് 5 ഈക്വൽ ടു എത്രയാണ്? 8. അപ്പൊ എന്താ വരിക? ഇതിന്റെ നോട്ട് വരിക? നാലോ ചോദിക്കേ, എന്താ വരിക? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആരാവണം? നാച്ചുറൽ നമ്പർ ആവണം. ആൻഡ് എക്സ് ഏതാവാൻ പാടില്ല? എക്സ് ഏതാവാൻ പാടില്ല? 3 ആവാൻ പാടില്ല. എന്തുകൊണ്ടാ? എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 അല്ലേ ഈ സെറ്റ്? അപ്പൊ ഈ സെറ്റിലുള്ള ആളാരാ? 3. കാരണം ഇവിടെ 3 കൊടുത്താലല്ലേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ അതിന്റെ നോട്ടില് ആര് വരാൻ പാടില്ല? 3 ഒഴിച്ച് ബാക്കി എല്ലാ ശരിയല്ലോ. അപ്പൊ ഇതെന്താ വരിക? ഇത് നിങ്ങൾ തന്നെ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് സച്ച് ദാറ്റ് 2x plus 5 equal to 9. ഇത് നിങ്ങളൊരു ഉത്തരം പറഞ്ഞതേ മാഷ്. 2x plus 5 equal to 9 എന്താ വരും? അപ്പൊ ഇതിന്റെ എന്ത് കാണുക? ഇതിന്റെ എന്ത് കാണുക? എക്സിന്റെ വാല്യൂ കാണണം അല്ലേ ആദ്യം. ഇതിന്റെ എക്സിന്റെ വാല്യൂ എന്താ വരിക? 2x plus 5 equal to 9 എന്ന് പറയുമ്പോൾ 5 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ 2x equal to 9 minus 5, 2x equal to 4, x equal to 4/2 equal to 2. ആണോടാ? അപ്പൊ ഈ സെറ്റിലുള്ള എലമെന്റ് ഏതാ? ഈ സെറ്റിലുള്ള എലമെന്റ് ഏതാ? 2 ആണ്. അപ്പൊ ഇതിന്റെ നോട്ടിൽ എന്താ വരിക? ഇതിന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഫംഗ്ഷൻ നോട്ട് എന്താ വരിക? x such that very good, x belongs to natural numbers and x not equal to 2. correct അല്ലേ?
പറഞ്ഞ കറക്റ്റ് അല്ലേ? ശരിയാണോ? ശരിയല്ലേ? സിമ്പിൾ അല്ലേ കാര്യങ്ങള്? മനസ്സിലാക്കട്ടോ. അപ്പൊ അത് എഴുതി സെറ്റ് ചെയ്തേ. ആ ശരി. അടുത്ത ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുതരാം. ഇത് ചെയ്യണം കേട്ടോ. ഒന്ന് ഡിസ്കസ് ചെയ്ത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. സിമ്പിൾ ചോദ്യം. എക്സിന്റെ വാല്യൂ 7 7ന് ഈക്വൽ, 7 ഈക്വലായി, പിന്നെ അല്ലെങ്കിൽ കൂടുതലായിരിക്കണം. അതാണ് ഈ സെറ്റിലുള്ളത് അല്ലേ? അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റിൽ ആരൊക്കെ വരും? ഇതിന്റെ കോംപ്ലിമെന്റിൽ ആരൊക്കെ വരും? നവീനൊന്ന് പറയുന്നത് ഇതിന്റെ കോംപ്ലിമെന്റിൽ ആരൊക്കെ വരും? ഏതാ? എക്സ് സച്ച് ദാറ്റ്. വെരി ഗുഡ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ N. എക്സ് ഈസ് ലെസ് ദാൻ. അപ്പൊ 7 ഇതിലില്ലേ? 7 ഇതിലില്ലേ? 7 ഇതിലില്ലേ? ഉണ്ട്. കാരണം എന്തുകൊണ്ടാ? എക്സ് എവിടെയാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. അപ്പൊ 7 ഇതിലുണ്ട്. 7 7ന് മുകളിലുള്ളവരാണ് ഇതിലുള്ളത്. അപ്പൊ ഈ പറഞ്ഞതിൽ ആരൊക്കെ വരും? ലെസ് ദാൻ 7. മനസ്സിലായ? ഈ സെറ്റിലുള്ള ആളുകൾ ഏതൊക്കെയാ? 7ന് മുകളിലുള്ളവർ അല്ലേ? അപ്പൊ അതിന്റെ കോംപ്ലിമെന്റിൽ ആര്? 7ന് താഴെയുള്ളവര്. ഇത് വേറെ രീതിയിൽ പറയാൻ വേണമെങ്കിൽ എന്താ? 1 2 3 4 5 6 അങ്ങനെ എഴുതിക്കോളൂ ഇതിന്റെ കോംപ്ലിമെന്റ്. ശരിയല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 തൊട്ട് എത്ര വരെ? 6 വരെ. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് ആവില്ലേ? ടെക്സ്റ്റ് ഉത്തരം എഴുതിക്കോ തൽക്കാലം. മനസ്സിലായ? സാന്ദ്രയ്ക്ക് പിടി കിട്ടിയോ? അപ്പൊ എന്താ ആൻസർ വരിക? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് എക്സ് ലെസ് ദാൻ 7. എക്സ് ലെസ് ദാൻ 7. അടുത്തത് പറോടിയില്ലേ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x belongs to capital N. X such that x belongs to capital N and 2x plus 1 greater than 10. 2x plus 1 greater than 10. Okay, മക്കളെ 2x plus 1 greater than 10 എന്നാണ് പറഞ്ഞല്ലേ? അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിന് പറ്റുന്ന വാല്യൂസ് എടുക്കുക, സോൾവ് ചെയ്യുക. നേരത്തെ നമ്മളോട് സോൾവ് ചെയ്യില്ലേ? 1 അങ്ങോട്ട് കൊണ്ടോട്ടെ, പക്ഷെ ഇതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എന്താ? 2x greater than 10 പ്ലസ് 1 അങ്ങോട്ട് മുമ്പ് എന്താവും? -1. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച ജെനിഫറെ. അപ്പൊ 2x greater than എത്രയാ? പറയേ 9. അപ്പൊ എക്സ് എന്താ വരിക? ഗ്രേറ്റർ ദാൻ 10. അപ്പൊ നാച്ചുറൽ നമ്പർ ആണ് സാധനം. എക്സിന്റെ വാല്യൂ ഏതിനേക്കാളും വലുതാ? 4.5. വെരി ഗുഡ്. ഏതിനാണ് വലുതാ? അപ്പൊ ഈ സെറ്റിൽ ഏതൊക്കെ എലമെന്റുകൾ ഉണ്ട്? പറയേ. കേട്ടില്ലേ? 1 2 3 ആണോ? നോക്കിയിട്ട് പറഞ്ഞേ. ഏതാ? ആകാശ് പറഞ്ഞ കറക്റ്റാ. എത്രയാ? 5 6 7 8 അല്ലേ പോണേ? വിജോ 4.5നേക്കാളും മുകളിലാണ് ആര്? എക്സ്. അപ്പൊ 4.5ന്റെ വലിയ നാച്ചുറൽ നമ്പർ ഏതാ? 4 കഴിഞ്ഞാൽ വരുന്ന നാച്ചുറൽ നമ്പർ പിന്നെ ഏതാ? 5. അപ്പൊ ഈ സെറ്റിലുള്ള എലമെന്റുകൾ ഏതാ? ഇങ്ങനെ പോണ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ശരിയല്ലേ? 5 തൊട്ട് നമ്മളെവിടെ പോകും? ആണോ? ശ്രദ്ധിക്കട്ടെ, മാഷ് പറഞ്ഞ ശ്രദ്ധിക്കുമ്പോൾ പലരും എഴുതല്ലേ? ഇവിടെ ശ്രദ്ധിക്കേ. അപ്പൊ നമ്മുടെ നോട്ടിൽ ആര് പാടും? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ നോട്ടിൽ ആരേ ഉള്ളൂ? ശരി, 1 2 3 4. വേറെ രീതിയിൽ എഴുതാം. ടെക്സ്റ്റിന്റെ ആൻസർ ഇങ്ങനെയാണ് എടുക്കുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് ഇവര് പറഞ്ഞ എന്താ? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4.5 or 9/2 അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് നോട്ടിൽ എന്ത് പറയും? എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 9/2 അല്ലെങ്കിൽ 4.5. അത് പ്രശ്നമില്ല. ശരിയല്ലേ? ഇതാണ് ടെക്സ്റ്റിൽ. ഇത് ശരിയാണോ? ഇത് ശരിയാണ്. നോക്കിയത് നിങ്ങൾ. എക്സിന്റെ വാല്യൂ 4.5നേക്കാളും ചെറുതാവും വേണം, നാച്ചുറൽ നമ്പർ ആവും വേണം. 1 പറ്റുമോ? പറ്റും.
4.5 കാണിച്ചല്ലേ. 2 പറ്റുമോ? 3 പറ്റുമോ? 4 പറ്റുമോ? പറ്റും. കാരണം എന്താ? 4.5 പറ്റും. 5 മറ്റേണ്ടോ? തന്നിട്ടുള്ള സെറ്റിലുണ്ടോ? ഉണ്ട്. കാരണം 4.5-നേക്കാളും എന്താണ് ലിസ പറഞ്ഞത്? 4.5-നേക്കാളും ഐഡിയ മനസ്സിലായോ? എങ്ങനെ എഴുതിയത്? കുഴപ്പമില്ലല്ലോ. അപ്പൊ 2 ഉത്തരം എഴുതി വെച്ചോ, കുഴപ്പമില്ല. 2 ഉത്തരം എഴുതി വെച്ചാൽ രണ്ടാമത്തെ ഉത്തരമാണ് ടെക്സ്റ്റ് ഉള്ളത് ഉത്തരം കേട്ടോ. ആറാമത്തെ ചോദ്യം എന്താ? 6 മണിയാവോ? ലെറ്റ് യു ബി ദ ലെറ്റ് ക്യാപിറ്റൽ യു. ആറാമത്തെ ചോദ്യം കേട്ടോ. 2 ഉത്തരം എഴുതി വെക്കും. കഴിഞ്ഞ 6 പറയട്ടെ മാഷ. ലെറ്റ് ക്യാപിറ്റൽ യു. 6 ലെറ്റ് ക്യാപിറ്റൽ യു be the set of all triangles in a plane. Be the set of all triangles in a plane. അപ്പോൾ യു എന്താണെന്ന് മനസ്സിലായി. യു എന്താ? എല്ലാ if A is the set of all triangles, if A is the set of all triangles with at least one angle, with at least one angle different from 60 degree. ഏതെങ്കിലും ഒരു ആംഗിൾ പറഞ്ഞേ, different from 60 degree. At least one angle different from 60 degree. അല്ലേ? അതായത് ഏതെങ്കിലും ഒരു ആംഗിൾ 60 ഡിഗ്രിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു 60 ഡിഗ്രിന്ന് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ കോംപ്ലിമെന്റ് ഒന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ ഈ കോംപ്ലിമെന്റ് ആരൊക്കെ വരും? എന്താ ഈ സെറ്റിലുള്ള ട്രയാങ്കിൾസിന്റെ പ്രത്യേകത? എന്താ? ഈക്വൽ. ഈക്വൽ ഇങ്ങനെ പറഞ്ഞാണ് എന്താണ് ഈക്വലാണെന്നാണോ പറഞ്ഞത്? ഈ സെറ്റിലുള്ള ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരു ആംഗിൾ എന്താ? അപ്പോ അല്ലെങ്കിൽ ഒരു ആംഗിൾ 60 ആവില്ല, അല്ലെങ്കിൽ 2 ആംഗിളും 60 ആവില്ല, അല്ലെങ്കിൽ 3 ആംഗിളും എന്താവില്ല? 60 ആവില്ല അല്ലേ? അതാണ് ഇതിന്റെ അർത്ഥം. അറ്റ്ലീസ്റ്റ് വണ്ണെങ്കിലും 60 ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ ആണോ? ഞാൻ ഇവിടെ 4 പേരില്ലെങ്കിൽ ഞാൻ പറയാ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എന്ത് ചെയ്യണം? നാളെ വരുമ്പോ എന്തെങ്കിലും ഒരു നോട്ട് പുസ്തകം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ പറ്റിയിട്ട് 4 പേരോട് വാശി പറയാം. നാളെ വരുമ്പോ ഇതിലിരിക്കണം ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എന്ത് ചെയ്യണം? നോട്ട് പുസ്തകം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കൊക്കെ കൊണ്ടുവരാമല്ലേ? എല്ലാവർക്കും കൊണ്ടുവരാം, 3 പേർക്ക് കൊണ്ടുവരാം അല്ലേ? ഇതാണ് അറ്റ്ലീസ്റ്റിന്റെ മീനിങ്. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞല്ലേ? ഏതെങ്കിലും ഒരു ആംഗിൾ 60 ഡിഗ്രി എന്താ? അപ്പൊ ഇതിന്റെ നോട്ടിൽ എന്തായിരിക്കും? പറഞ്ഞേ 60 ഡിഗ്രി ആവാം. എത്ര ആംഗിള്? അറ്റ്ലീസ്റ്റ് ഒരെണ്ണം പോലും പറഞ്ഞു. ശരിയാണ്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം പോലും 60 ഡിഗ്രി ആവാന്നുള്ളതല്ലേ ഇത് വലുത് അല്ലേ? മനസ്സിലായില്ല? ഈ സെറ്റ് എന്താ? ഈ സെറ്റിലുള്ള ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരെണ്ണെങ്കിലും 60 ഡിഫറെന്റ് ആവാം. അപ്പൊ ഇതിന്റെ നോട്ട് പറയണ അപ്പൊ എന്താ? ഏതെങ്കിലും ഒരെണ്ണം പോലും 60 ഡിഫറെന്റ് ആവരുത്. കണ്ടില്ലേ ഇത്ര ബുദ്ധിമുട്ടുണ്ടത്? മനസ്സിലായ പറഞ്ഞത്? ഒരെണ്ണം പോലും എന്താണ് 60 ഡിഫറെന്റ് ആവരുത്. ഒരെണ്ണം പോലും 60 ഡിഫറെന്റ് ആവരുത് എന്ന് പറഞ്ഞ ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? പറഞ്ഞോ, കറക്റ്റാ? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. നിങ്ങൾ നോട്ട് പറഞ്ഞു അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരെണ്ണം 60 ഡിഫറെന്റ് ആവണം എന്നാണ് ഈ സെറ്റിൽ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം 60 ഡിഫറെന്റ് ആവണം എന്നാണ് ഈ സെറ്റ്. അപ്പൊ ഇതിന്റെ നോട്ട് എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഒരെണ്ണം പോലും 60 ഡിഫറെന്റ് ആവരുത്. ഒരെണ്ണം പോലും 60 ഡിഫറെന്റ് ആവരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 3 എല്ലാം എന്താവണം? അങ്ങോട്ട് ഒരെണ്ണം പോലും A+ പോവരുത് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ?
ഒരെണ്ണം പോയ കുഴപ്പമില്ല, ഇട്ടി കിട്ടുന്നുണ്ട്. എടാ ഒരെണ്ണം പോലും പോരുത്, ഒരെണ്ണം പോലും പോരുത് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഫുൾ എ പ്ലസ് കിട്ടണം. കണ്ട? അപ്പൊ ഒരെണ്ണം പോലും 16 എന്താവരുത്, ഡിഫറന്റ് ആവരുത്. അതിന്റെ അർത്ഥം എന്താ? ഒരെണ്ണം 60 ആയാലും കുഴപ്പമില്ലാന്നാണോ? എടാ ഒരെണ്ണം പോലും 16 ഡിഫറന്റ് ആവരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശരിയാണ്, അവന് മനസ്സിലാക്കിയേ. പോട്ടെ, ശ്രദ്ധിക്കുക, അത് ക്ലിയർ ചെയ്യാവുന്ന മനസ്സിലാവുന്നല്ലോ. ഈ സെറ്റിൽ എന്താ പറയുന്നത്? ഈ സെറ്റിൽ എന്താ പറയണെന്ന് അറിയോ? ഈ സെറ്റിൽ എന്താ പറയണേ? ഒരെണ്ണമെങ്കിലും 16 ഡിഫറന്റ് ആണ്. അവിടെ ശ്രദ്ധിക്കണ പറയുമ്പോ ഈ സെറ്റിൽ എന്താ പറയണേ? ഒരെണ്ണമെങ്കിലും 16 ഡിഫറന്റ് ആവണം. ഇപ്പൊ എ പ്ലസിന്റെ കണക്കിൽ പറയാൻ വേണ്ടി നമുക്ക് ഒരു എ പ്ലസ് എങ്കിലും പോകണം. മനസ്സിലായോ? ഒരു എ പ്ലസ് എങ്കിലും. അപ്പൊ അതിന്റെ നോട്ട് എന്താ വരിക? അതിന്റെ കോംപ്ലിമെന്റ് എന്താ വരിക? ആൽബർട്ടെ, അതിന്റെ കോംപ്ലിമെന്റ് എന്താ വരിക? ഒരു എ പ്ലസ് എങ്കിലും പോണം എന്ന് പറഞ്ഞു മാഷ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്താ വരിക? നോട്ട് ചേർക്കണ. അപ്പൊ എന്താ? ഓരോ എ പ്ലസ് പോലും പോരുത്. അതിന്റെ അർത്ഥം എന്താ? പറയട്ടെ, ഫുൾ എ പ്ലസ്. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഒരു ആംഗിൾ പോലെ എന്ത് ചെയ്യരുത്? ഇവിടെ തന്നേക്കണത് ഒരു ആംഗിളെങ്കിലും ഡിഫറന്റ് ആവണം. ഇവിടെ തന്നേക്കണത് എന്താ? ഒരെണ്ണമെങ്കിലും. അപ്പൊ അതിന്റെ നോട്ട് ഒരെണ്ണം പോലും 16 ഡിഫറന്റ് ആവരുത് എന്ന് പറഞ്ഞാൽ എല്ലാം 60 ആവണം. എല്ലാം 60 ആവണമെങ്കിൽ എന്ത് ട്രയാങ്കിളാ? അപ്പൊ ഇതിന്റെ നോട്ട് കോംപ്ലിമെന്റ് എന്താ? സെറ്റ് ഓഫ് ഓൾ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ്. പിടികിട്ടിയോ? ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ എന്താ സെറ്റ് ഓഫ് ഓൾ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ്? അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് ഒക്കെ പഠിക്കാണ്ട്. പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞല്ലോ, ഇല്ലേ? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? പഠിക്കാല്ലേ? ആലോചന ക്ലിയർ ആയോ? അത് എനിക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടാ. ഈ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം എന്താ പറയണത്? കാരണം അറിയോ? ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം മനസ്സിലായിട്ടോ ഇല്ല എന്നുള്ളത്. കാരണം മനസ്സിലാവണമെങ്കിൽ ചില സമയത്ത് അതാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ഓരോരുത്തർ പേര് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, നാട്ടു വ്യക്തിയാ, അതായത് എപ്പോഴും വിളിക്കാതെ. അത് ഇപ്പൊ പറയുന്നത് മനസ്സിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്തോ, ചോദിച്ചോ, ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. കിട്ടിയോ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, ഇവിടെ തന്നേക്കണ സെറ്റ് എന്താ? ഒരു ആംഗിളെങ്കിലും 16. അപ്പൊ അതിന്റെ നോട്ട് എന്താ? ഒരു ആംഗിള് പോലും. അതിന്റെ അർത്ഥം എന്താ? എല്ലാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാം. കുഴപ്പമില്ലല്ലോ. ഏഴാമത്തെ ചോദ്യം കൂടെ എഴുതിട്ട് ഇറങ്ങാം നമുക്ക്. 6 മണി ആക്കിയാ മാഷ്? 6 മണി ആക്കിയില്ലേ? സാറില്ലേ? നാളെ നേരത്തോടെ എന്തായാലും വേഗം ചെയ്തേ. ഏഴാമത്തെ ചോദ്യം, എ യൂണിയൻ എ കോംപ്ലിമെന്റ്. വേഗം പറഞ്ഞേ എന്താ? യു. വെരി ഗുഡ്. ആരെ പറഞ്ഞേ? ആദിഷാണോ? വെരി ഗുഡ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്താ? ആദിഷല്ല, ദിശനെ പറഞ്ഞേ. അവൻ തന്നെയാണ് പറഞ്ഞത്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്താ? എന്താ ഇതിനർത്ഥം? എയിലുള്ള ഒരു എയില്ലാത്തൊരു. അപ്പൊ പിന്നെ എവിടെയുള്ളവരായത്? അടുത്തത് ഫൈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. ബുദ്ധി ചോദിച്ചിട്ട് പറഞ്ഞേ, കേൾക്കട്ടെ, നോക്കട്ടെ പക്ഷെ. ഫൈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. എന്താ ഫൈ കോംപ്ലിമെന്റ്? ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഫൈ കോംപ്ലിമെന്റ് ഫൈ ആണോ? ഫൈ കോംപ്ലിമെന്റ് എന്താ? കറക്റ്റ് ആണ്, യു. അപ്പൊ ഇത് എങ്ങനെ റീഡ് ചെയ്യാം? യു ഇന്റർസെക്ഷൻ ആരാ? എ കോംപ്ലിമെന്റ് എങ്ങനെയാ വരുന്നേ? എ അല്ലേ? ആണോ? യു കോംപ്ലിമെന്റ് എ. എയിലുള്ളതും യുവിലുള്ളതും കോമൺ ആയിട്ടുള്ളത്. യുവില് എയിലുള്ളത് മാത്രമാണ് ഉണ്ടാവുക? അല്ല, കണിക്കുന്ന സാധനം എയിലുണ്ടാവും അല്ലെ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതിലുണ്ടാവും? എയിലുള്ളത് എന്തായാലും എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. കറക്റ്റ് ആയോ? പക്ഷെ യുവിലുള്ളത് എല്ലാ എയിലുണ്ടാവും ആകാശം? ഇല്ല, അതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? എ വരുന്നത്. ഓക്കെ, അടുത്തത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. അഞ്ജലി എന്ന് പറഞ്ഞേ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. എയിലും എ കോംപ്ലിമെന്റിലും എന്താ ഇന്റർസെക്ഷൻ? എന്താ ഇന്റർസെക്ഷൻ? രണ്ടെണ്ണത്തിലുള്ളത് പറയേ, ആലോചിച്ച് പറയണി. ഫൈ കറക്റ്റാ? ശരിയാണോ? മനസ്സിലായ? എന്താ ഈ പറഞ്ഞേ? ഏലുള്ള സാധനമൊക്കെ എ കോംപ്ലിമെന്റിലുണ്ടാ? എങ്ങനെ പറഞ്ഞേ? ഏഴുള്ളത് എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. അവ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഉണ്ടാവോ? രണ്ടാമത്തെ ആലോചിച്ചപ്പോ ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? മനസ്സിലായ? കുഴപ്പമില്ലല്ലോ. അടുത്തത്
ഒരെണ്ണം ഉള്ളൂ, ആലോചിച്ച് ചെയ്തു കേട്ടാ. യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷനെ ആലോചിച്ച് പറയാം. യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷനെ ആരാ പറയുന്നത്? പറഞ്ഞേ, ആരാ പറയുന്നത്? യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷനെ പറഞ്ഞു കൊടുക്കല്ലേ? യു ആണ്, നോക്കാം. യു ആണോ? എന്തുകൊണ്ടാ പറയുന്നത്? ആ പറഞ്ഞോ. യു കോംപ്ലിമെന്റ് എന്താ? ഇന്നലെ പഠിപ്പിച്ച പക്ഷേ യു കോംപ്ലിമെന്റ് എന്താ? ഫൈ. കറക്റ്റ് ആണ്. ഫൈ റെഡി. ഇന്റർസെക്ഷൻ എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എങ്ങനെയാ? ഫൈലും ഫൈലും വേണം. ഫൈൽ ആരെങ്കിലും ഉണ്ടാവും? അപ്പൊ ഉത്തരം എന്താ? പറഞ്ഞിട്ട് സ്പീഡ് ആയി തോന്നുന്നു. മനസ്സിലായ? പെർഫെക്റ്റ് ആണോ? മനസ്സിലാവുന്ന പറയും. ഏതാ ഡിസ്കസ് ചെയ്യേണ്ട പോലെ സംശയമുണ്ടോ? ബാക്കിയുള്ള ചോദ്യങ്ങൾ ക്ലിയർ അല്ലേ? ഒരൊറ്റ ചോദ്യം ഡയഗ്രത്തിന്റെ ചോദ്യം കൂടി ബാക്കി ഇതില് പെൻഡിങ് എടുക്കണുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് പോവാണ്. ഇതേ ചോദ്യങ്ങൾ കേട്ടോ നമ്മൾ ടെക്സ്റ്റ് നോട്ടിൽ ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചോദ്യം വിട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. 1.6 എടുത്ത് കളഞ്ഞു ഡെഫിനിഷൻസ്. നാളേക്ക് പഠിക്കാനുള്ള ചെയ്യുന്നില്ലേ പക്ഷെ. അപ്പൊ നാളെ മുതൽ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? വേറെ സബ്ജക്ട് തുടങ്ങാം. നാളെ വരുമ്പോൾ പഠിക്കാതെ പഠിച്ചിട്ട് വരിക. തിങ്കളാഴ്ച മാത്സ് എന്ത് എക്സാം? കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിച്ചേ. ടെക്സ്റ്റിലുള്ള കണക്കുകൾ മാത്രമാണ് എന്ത് എക്സാം അല്ലേ? ശ്രദ്ധിക്കടാ. ക്ലാസ്സിലുള്ള സംസാരം ദയവായിട്ട് അവസാനിപ്പിക്കട്ടോ. എന്നെ ഒന്ന് കൊട്ട് കിട്ടും അവസാനം. അപ്പൊ രണ്ട് കാര്യങ്ങളെ സംഭവിക്കുക. ഒന്നല്ലെങ്കിൽ പിന്നെ മിണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷൻ നിർത്തി പോകും. അതിവിടെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മാഷ്. ക്ലാസ്സിൽ മാഷ് സംസാരിക്കണ്ട. അതെന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കുറെ മാർക്ക് കിട്ടി വന്ന ആൾക്കാരല്ലേ. പിന്നെ എന്റെ വായിലിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എന്താവും? ക്ഷീണവും. ശരിയല്ലേ? ആ ക്ഷീണം സഹിക്കാൻ പറ്റാണ്ട് എന്ത് ചെയ്യും? പുറമേൽ ഇറങ്ങി പോകാറുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. ശ്രദ്ധിക്കുമ്പോൾ അവള് പറഞ്ഞ നിർത്തി എന്താ? വളരെ എളുപ്പമുള്ള പാടാണ് അല്ലേ? വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 10ാം ക്ലാസ്സിൽ പഠിച്ച